കഥയെ ആരംഭിക്കുന്നത് മൂന്നംഗ ഗ്യാങ്സ്റ്റർ സംഘത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. റിയൽ എസ്റ്റേറ്റ് കൂടി നടത്തുന്ന ആ മാഫിയ സംഘം അന്ന് നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരിടത്തേക്ക് കയറി ചെല്ലുന്നു. അതൊരു ഡോജോ ആയിരുന്നു. കരാട്ടെ അടക്കമുള്ള മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്ന ഇടം. അവിടുത്തെ അധ്യാപകനും അതിന്റെ ഉടമയും ഫ്രഞ്ച് എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. ഫ്രഞ്ചിനോട് തങ്ങൾക്ക് ആ ഇടത്തിൽ താല്പര്യമുണ്ടെന്നും അത് വിട്ടുതരണം എന്നും അവർ ആവശ്യപ്പെട്ടു. പക്ഷേ ഫ്രഞ്ചിന് അത് പറ്റില്ലായിരുന്നു. ഫ്രഞ്ച് അതിനെ എതിർത്തു പറഞ്ഞു. പിന്നാലെ ആ 3 പേരടങ്ങുന്ന സംഘം ഷൂസ് പോലും അഴിച്ചു വെക്കാതെ ഡോജോയ്ക്കകത്തേക്ക് കയറുകയാണ്. അത് കണ്ടതും ഫ്രഞ്ചിന് വല്ലാതെ ദേഷ്യം വന്നു. ആ ഒരു നിമിഷത്തിൽ ഫ്രഞ്ച് രണ്ടും കൽപ്പിച്ച് ആ 3 സംഘത്തിലെ തലവൻ ഡേവിഡിനെ വെല്ലുവിളിക്കുന്നു. താനുമായി അവിടെ വെച്ച് ഫൈറ്റ് ചെയ്യാനും ഫൈറ്റിൽ അവർ തോറ്റാൽ എല്ലാം ഉപേക്ഷിച്ച് അവർ മടങ്ങിപ്പോകണമെന്നും ഇല്ലെങ്കിൽ താൻ ഈ ഡോജോ അവർക്ക് വിൽക്കാം എന്നുമായിരുന്നു ഫ്രഞ്ച് പറഞ്ഞത്. പിന്നെ പറയണ്ടല്ലോ, അവിടെ ഒരു ഫൈറ്റ് അരങ്ങേറി. പക്ഷേ ഫ്രഞ്ച് മാർഷൽ ആർട്സിൽ മികച്ച വൈദഗ്ധ്യമുള്ളവനായിരുന്നു. ഫ്രഞ്ചിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആ 3 സംഘത്തിന് സാധിച്ചില്ല. അവർ പരാജയപ്പെട്ടതോടെ 3 സംഘം അവിടെ നിന്നും മടങ്ങിപ്പോവുകയാണ്. കാര്യം ഡോജോ നിലനിർത്താൻ ഫ്രഞ്ച് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫ്രഞ്ചിന്റെ ഡോജോയിൽ ഒരുപാട് കുട്ടികളൊന്നും പഠിക്കുന്നുണ്ടായിരുന്നില്ല. വളരെ നഷ്ടത്തിലാണ് ഡോജോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രഞ്ചിനൽപ്പം കടവുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് പോയി അലക്സ് എന്ന തന്റെ കൂട്ടുകാരനെ കണ്ടു. ഡോജോക്കൊപ്പം കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ തനിക്കൊരു സൈഡ് ജോബ് വേണം എന്ന് അലക്സിനോട് ഫ്രഞ്ച് ആവശ്യപ്പെടുകയാണ്. അലക്സ് ഒരു ഡെപ്റ്റ് കളക്ടറായി, അതായത് കടം കൊടുത്ത പണമൊക്കെ പലിശയടക്കം പിരിച്ചെടുക്കുന്ന ജോലിയാണ് ചെയ്യുന്നത് എന്ന് ഫ്രഞ്ചിന് അറിയാമായിരുന്നു. തന്നെയും അതിലേക്ക് ഉൾപ്പെടുത്താൻ ഫ്രഞ്ച് അലക്സിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഡെപ്റ്റ് കളക്ടർ എന്ന ജോലി അത്ര എളുപ്പമുള്ളതല്ലെന്നും അതിൽ നിരവധി ക്രൂരമായ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നും അറിയാവുന്ന അലക്സ് ഫ്രഞ്ചിനെ അതിൽ നിന്ന് പിന്മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ ഫ്രഞ്ചിന്റെ തീരുമാനം ഉറച്ചതാണ് എന്ന് മനസ്സിലാക്കുന്നതും മനസ്സില്ലാ മനസ്സോടെയെങ്കിലും അലക്സ് ഫ്രഞ്ചിന് തന്റെ ബോസായ ടോമിയുടെ നമ്പർ കൊടുക്കുകയാണ്. അതിനുശേഷം ഫ്രഞ്ച് തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോയി. 3 മാസമായി ഫ്രഞ്ച് വാടക കൊടുത്തിട്ട് ഹൗസ് ഓണർ ഫ്രഞ്ചിനെ നോക്കി നിൽക്കുന്നുണ്ടാകും എന്ന് ഫ്രഞ്ചിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഹൗസ് ഓണർ കാണാതെ പിൻവഴിയിലെ സ്റ്റെയർ വഴിയായിരുന്നു ഫ്രഞ്ച് ഫ്ളാറ്റിനകത്തേക്ക് എത്തിയത്. പക്ഷേ ഫ്രഞ്ച് ഫ്ളാറ്റിൽ കയറി തന്റെ അന്നത്തെ ചെറിയ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കെ വാതിലിൽ ഹൗസ് ഓണർ വന്ന് മുട്ടാൻ തുടങ്ങി. നീ അകത്തുണ്ടെന്ന് എനിക്കറിയാം, ഇങ്ങനൊന്നും ചെയ്യരുത്, വാടക തരണം എന്നൊക്കെ ഹൗസ് ഓണർ ആവശ്യപ്പെടുകയാണ്. ഫ്രഞ്ചും ആകെ അങ്കലാപ്പിലായി. കാര്യം 3 മാസത്തെ വാടകയാണ് ഹൗസ് ഓണർ ചോദിക്കുന്നത്. നിലവിലെത്തിയ അവസ്ഥയിൽ അത് കൊടുക്കാനുള്ള കഴിവും ഫ്രഞ്ചിനില്ല. അടുത്ത ദിവസം ടോമിയെ വിളിച്ച് ടോമിയുടെ ഓഫീസിലെത്തി ഫ്രഞ്ച് അദ്ദേഹത്തെ കണ്ടു. ഡെപ്റ്റ് കളക്ടറായി ജോലി നോക്കാനുള്ള തന്റെ താല്പര്യം ടോമിക്കടുത്ത് ഫ്രഞ്ച് അറിയിച്ചു. ഫ്രഞ്ച് എന്താണ് ചെയ്യുന്നത്, എന്താണ് ഫ്രഞ്ചിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നതായിരുന്നു ടോമിയുടെ ചോദ്യം. ഫ്രഞ്ച് ഒരു മുൻകാല ബ്രിട്ടീഷ് സോൾജിയർ ആയിരുന്നെന്നും യുദ്ധമുഖത്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുകൂടി കേട്ടതോടെ ടോമി ഇൻട്രസ്റ്റഡ് ആയി. മാത്രമല്ല ഫ്രഞ്ച് ഒരു മാർഷൽ ആർട്സ് വിദഗ്ധനും കൂടിയാണ് എന്ന് കേട്ടതോടെ മറ്റൊന്നും ചിന്തിക്കാതെ ഫ്രഞ്ചിനെ ടോമി ജോലിക്കെടുത്തു. എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ഡെപ്റ്റ് കളക്ടർ പ്രവർത്തിക്കുക എന്ന് ടോമി ഫ്രഞ്ചിനോട് വിശദീകരിച്ചു. അടുത്ത ദിവസം മുതൽ ജോലി സ്റ്റാർട്ട് ചെയ്തോളാനും തന്റെ ഒരാൾ അവന്റെ കൂടെ ഉണ്ടാകുമെന്നും ടോമി ഫ്രഞ്ചിനെ അറിയിച്ചു. പിറ്റേന്ന് കോട്ടും സ്യൂട്ടുമൊക്കെ ധരിച്ച് വളരെ മികച്ച ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൽ തന്റെ ജോലിക്കായി ഫ്രഞ്ച് അണിഞ്ഞൊരുങ്ങി ചെന്നു. ഫ്രഞ്ച് പറഞ്ഞയിടത്തേക്ക് എത്തുമ്പോൾ ഫ്രഞ്ചിനെയും കാത്ത് ഫ്രഞ്ചിന്റെ പാർട്ട്ണർ സ്യൂ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വളരെ കാഷ്വലായ വേഷമായിരുന്നു സ്യൂവിന്റേത്. സ്യൂ ഫ്രഞ്ചുമായി സംസാരിച്ചു. അവരുടെ ആദ്യത്തെ മിഷൻ എന്നത് ഒലിവർ എന്ന പേരുള്ള വ്യക്തിയുടെ അടുത്ത് നിന്ന് പണം പിരിക്കലാണെന്നും $17,000 അയാൾ ടോമിക്ക് കൊടുക്കാനുള്ളത് എന്നും സ്യൂ ഫ്രഞ്ചിനോട് പറഞ്ഞു. പണം പിരിക്കാനുള്ളവരുടെ ലിസ്റ്റ് സ്യൂവിന്റെ കയ്യിൽ പ്രിന്റ് ഔട്ട് ചെയ്ത നിലയിൽ ഉണ്ടായിരുന്നു. അതിൽ ഓരോ തരത്തിലുള്ള റാങ്കിങ്ങും കൊടുത്തിട്ടുണ്ട്. കടം കൊടുത്ത പണം പിരിക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരുന്നു ആ റാങ്കിംഗ് സിസ്റ്റം ഉള്ളത്. മാത്രമല്ല ഓരോ റാങ്കിനും ഓരോ അർത്ഥവുമുണ്ട്. പണം കടം കൊടുക്കാത്തവരോട് എങ്ങനെ പ്രവർത്തിക്കണം, അവർക്കെതിരെ എന്തു ചെയ്യണം എന്നതും ആ റാങ്കിങ്ങിൽ നിന്ന് മനസ്സിലാക്കാം. ഒലിവറിന് ഇട്ടിരുന്ന റാങ്ക് 10 ആയിരുന്നു. അതായത് താരതമ്യേന ഏറ്റവും എളുപ്പത്തിൽ പണം പിരിക്കാവുന്ന വ്യക്തി. അത് കേട്ടപ്പോ ഫ്രഞ്ചിനും അത്ര കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നി. അങ്ങനെ അവർ യാത്ര ചെയ്ത് ഒലിവറുടെ ഇടത്തേക്ക് ചെല്ലുകയാണ്. ഒലിവറിന്റെ വീടിന്റെ മുമ്പിലെത്തിയവർ കോളിംഗ് ബെൽ മുഴക്കി. വീടിനകത്തു നിന്ന് പുറത്തു വന്നിരിക്കുന്ന സ്യൂവിനെയും മറ്റും ഒലിവർ കാണുകയും ചെയ്തിരുന്നു. അത് കണ്ടതും ഒലിവറും കൂട്ടുകാരനും പിൻവഴിയിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നെ അവിടെ നടന്നത് ഒരു ഏറ്റുമുട്ടലായിരുന്നു. ഒലിവർ അവർക്കെതിരെ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാനും മറ്റും ശ്രമിച്ചെങ്കിലും ഫ്രഞ്ചും സ്യൂവും അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. കാറെടുത്ത് രക്ഷപ്പെട്ടു പോവാൻ ശ്രമിച്ച ഒലിവറെ ഒടുവിൽ അപകടത്തിൽപ്പെടുത്തിയായിരുന്നു അവർ കീഴ്പ്പെടുത്തിയത്. വണ്ടിയുടെ അവശ നിലയിലായ ഒലിവറെ സ്യൂ ചെന്ന് കാറിൽ നിന്ന് പൊക്കി പുറത്തിട്ടു. അവനോട് കടം തിരിച്ചടയ്ക്കാൻ പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തി. അത്യാവശ്യം നല്ല പരിക്ക് പറ്റിയിരുന്നതുകൊണ്ട് സ്യൂ അവനെ കൂടുതലായി മർദ്ദിച്ചില്ല. ഇത്രയും പരിക്കുള്ളതുകൊണ്ട് നിന്നെ ഒരുപാട് മർദ്ദിക്കാത്തത്, ഇല്ലേലും നിന്റെ മൂക്ക് തകർത്തേനെ എന്ന് സ്യൂ അവനെ വാൺ ചെയ്തു. എന്നിരുന്ന
എന്നാൽ തന്നെയും പോകുന്നതിനു മുമ്പ് ഒരൊറ്റ പഞ്ച് കൊടുക്കാനും സ്യൂ മറന്നതുമില്ല. അടുത്തതായി അവർക്ക് പോവേണ്ടിയിരുന്നത് ഹാർവി എന്ന് പേരുള്ള റാങ്ക് 5 രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യക്തിയുടെ അടുത്ത് നിന്ന് കടം കൊടുത്ത പണം തിരികെ പിടിക്കാനായിരുന്നു. $1,00,000 അയാൾ തിരികെ അടയ്ക്കാനുള്ളത്. യാത്രയ്ക്കൊടുവിൽ ഹാർവിയുടെ ഡെസ്റ്റിനേഷനിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. കാറിനുള്ളിലിരുന്ന് തന്നെ ഫ്രഞ്ച് സ്യൂവോട് തന്റെ ജോലിയിലെ അപകടത്തെപ്പറ്റി കംപ്ലൈന്റ് പറഞ്ഞു. റാങ്ക് 10 മുമ്പ് എതിരിട്ടത്. അതുതന്നെ അത്രയും വയലൻസ് നിറഞ്ഞതായിരുന്നു. വെടിയേക്കാതെ രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യത്തിന്. ഇതിപ്പോ റാങ്ക് 5 പറയുമ്പോ ഇവിടെ എന്താവും സംഭവിക്കുക? ഫ്രഞ്ചിന് അല്പം ഭയമില്ലാതിരുന്നില്ല. സ്യൂ പക്ഷേ അതിന് മറുപടി പറഞ്ഞില്ലെന്ന് മാത്രമല്ല, തന്റെ കത്തിയുമെടുത്ത് പണം പിരിക്കുവാൻ പുറത്തേക്കിറങ്ങുകയും ചെയ്തു. സ്യൂവിന് പിന്നാലെ ഫ്രഞ്ചും ഹാർവിയുടെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ്. ഹാർവിയുടെ ഓഫീസ് റിസപ്ഷനിലേക്ക് എത്തിയ ഫ്രഞ്ച് ഹാർവി എവിടെയെന്ന് ചോദിച്ചു. പക്ഷേ റിസപ്ഷനിസ്റ്റ് അറിയില്ലെന്ന തരത്തിലുള്ള മറുപടി പറഞ്ഞു നിന്നു. ഈ സമയമാണ് ഓഫീസ് മുറിയിൽ നിന്ന് ഹാർവിയുടെ ബോഡി ഗാർഡ് ഇറങ്ങി വരുന്നത്. ഒറ്റയൊരു മനുഷ്യനായിരുന്നു അത്. സ്യൂ ഫ്രഞ്ചിനോട് അയാളെ എതിരിടാൻ പറഞ്ഞു. ഫ്രഞ്ചിന് ഹാർവിയുടെ ബോഡി ഗാർഡിനോട് ഫൈറ്റ് ചെയ്യേണ്ടി വരികയാണ്. ആ സമയം റൂമിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഹാർവിയെ സ്യൂ കാണുകയും ചെയ്തു. ഫ്രഞ്ച് ബോഡി ഗാർഡുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ സ്യൂ നേരെ ഹാർവിയുടെ മുറിയിലേക്ക് കയറി ചെന്നു. മറുവശത്ത് അപ്പോഴും ഫ്രഞ്ചും ബോഡി ഗാർഡും തമ്മിലുള്ള ഫൈറ്റ് ഇറങ്ങിയേറുകയാണ്. കരുത്തനായ ആ ബോഡി ഗാർഡിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഫ്രഞ്ച് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. സ്യൂ ആകട്ടെ ഹാർവിയെ ചോദ്യം ചെയ്യാനും പണം കടം കൊടുത്തതിനെ പറ്റി പറഞ്ഞ് ഭീഷണിപ്പെടുത്താനും തുടങ്ങി. ഫ്രഞ്ച് ഒരു തരത്തിൽ ആ ബോഡി ഗാർഡിനെ കീഴ്പ്പെടുത്തിയപ്പോഴേക്കും അടുത്ത ബോഡി ഗാർഡ് കൂടി വന്നു. ഫ്രഞ്ചിന് അയാളുമായും എതിരിടേണ്ടി വന്നു. ഒടുവിൽ ഫ്രഞ്ച് അയാളെയും അടിച്ചു വീഴ്ത്തുകയാണ്. ശേഷം ഹാർവിക്ക് മുമ്പിലേക്ക് കയറി ചെന്നു. ഹാർവി ഫ്രഞ്ചിനെയും സ്യൂവിനെയും വിലക്കെടുക്കാൻ ശ്രമിച്ചെങ്കിലും അവർ അതിന് തയ്യാറായില്ല. ടോമിയുടെ നിർദ്ദേശവും വന്നിരുന്നു. ഹാർവിയുടെ കാല് തല്ലിയൊടിച്ചേക്ക് എന്നായിരുന്നു അത്. പിന്നെ വൈകിയില്ല. സ്യൂവും ഫ്രഞ്ചും ചേർന്ന് അതങ്ങ് നിർവഹിച്ചു. ഹാർവിയുടെ കാല് തല്ലിയൊടിച്ചു. ഉടൻ തന്നെ കടം വാങ്ങിയ പണം തിരിച്ചടച്ചില്ലെങ്കിൽ കൊന്നുകളയും എന്ന് ഭീഷണിയും പെടുത്തി. അവിടെ നിന്നിറങ്ങിയപ്പോഴും അവരുടെ ജോലി എത്രമാത്രം പേടിപ്പെടുത്തുന്നതാണ്, അപകടം നിറഞ്ഞതാണ് എന്നൊക്കെ ഫ്രഞ്ച് സ്യൂവിനോട് പരാതി പറഞ്ഞുകൊണ്ടിരുന്നു. സ്യൂ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ഷോപ്പിന് മുമ്പിൽ ഫ്രഞ്ചിനോട് കാർ നിർത്താൻ പറഞ്ഞു. ശേഷം അകത്തേക്ക് പോയി അവിടെ നിന്ന് ഒരു പോസ്റ്റർ എടുത്തുകൊണ്ടുവന്നു. ആ പോസ്റ്റർ ഫ്രഞ്ചിനെ കാണിച്ചു. അവിടെ വെച്ച് ഒരു കാര്യം വ്യക്തമാവുകയാണ്. സ്യൂ മുമ്പ് സിനിമയിൽ ഒരു നടനായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞുപോയ ഒരു നടനാണ്. കടം കയറി ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോ സ്യൂ അങ്ങനെ ഡെപ്റ്റ് കളക്ടർ ആവുകയായിരുന്നു. കടം കയറി മുടിഞ്ഞു നിൽക്കുമ്പോൾ ജീവിക്കണമെങ്കിൽ ഇതൊന്നുമല്ലാതെ വേറെ വഴിയില്ല എന്നായിരുന്നു സ്യൂവിന്റെ വാദം. എന്തായാലും ഫ്രഞ്ച് തന്റെ ജോലി തുടർന്നു. സ്യൂവിനൊപ്പം അവർക്ക് അടുത്തതായി പോകണ്ട 2ാം റാങ്ക് കൊടുത്തിട്ടുള്ള ഗോർഡോൺ എന്ന വ്യക്തിയുടെ അടുത്തേക്ക് അവർ വന്നു ചേർന്നു. $40,000 അയാൾ തിരിച്ചടയ്ക്കാനുണ്ടായിരുന്നത്. ഗോർഡോൺ അടുത്തു നിന്നും പണം പിരിക്കൽ അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞ സ്യൂ അവിടെ ഇറങ്ങുന്നതിന് മുമ്പേ ചില പ്ലാനുകൾ ഡെവലപ്പ് ചെയ്തിരുന്നു. കാര്യങ്ങൾ കുറച്ചൊക്കെ ഫ്രഞ്ച് ചൂടുപിടിപ്പിക്കണമെന്നും എന്നാൽ മാത്രമേ ഗോർഡോണിൽ നിന്ന് പണം കരസ്ഥമാക്കാൻ പറ്റൂ എന്നും സ്യൂ പ്രത്യേകം ഫ്രഞ്ചിനോട് പറഞ്ഞു. ഗോർഡോന്റെ വീടിനകത്തേക്ക് അവർ നടന്നു കയറുമ്പോഴേക്കും ബോഡി ഗാർഡ് അവിടെ ഉണ്ടായിരുന്നു. ബോഡി ഗാർഡ് അവരെ തടഞ്ഞു. പക്ഷേ സ്യൂ ഉണ്ടോ വിടുന്നു. ബോഡി ഗാർഡിനെ നല്ല രീതിയിൽ കളിയാക്കിയും ശകാരിച്ചുമൊക്കെ സ്യൂ അവിടുത്തെ അന്തരീക്ഷം ചൂടുപിടിപ്പിക്കുകയാണ്. പിന്നെ പറയണ്ടല്ലോ, ബോഡി ഗാർഡ് ഒരു ഫൈറ്റിന് തയ്യാറായി. അതോടെ ഫ്രഞ്ചിന് ബോഡി ഗാർഡിനെതിരെ ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. വിചാരിച്ച പോലെ ആ ഫൈറ്റും അത്ര എളുപ്പമൊന്നുമായിരുന്നില്ല. എന്നിരുന്നാലും തന്റെ മികവ് ഉപയോഗിച്ച് ഫ്രഞ്ച് അയാളെ ഇടിച്ചു വീഴ്ത്തി. പിന്നാലെ സ്യൂവിനെ നോക്കി ഫ്രഞ്ച് അകത്തേക്ക് ചെന്നു. സ്യൂ അപ്പോഴേക്കും ഗോർഡോന്റെ വീടിന്റെ ബാക്ക് യാർഡിൽ അയാളോട് സംസാരിച്ചു നിൽക്കുകയായിരുന്നു. ഗോർഡോന്റെ ഗേൾഫ്രണ്ടും അവിടുണ്ട്. ഗോർഡോൺ പണമെടുക്കാൻ വീടിനകത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. സ്യൂ ആകട്ടെ അവിടെ ഡ്രിങ്ക് ചെയ്ത് നിൽക്കുകയാണ്. ഫ്രഞ്ചിനൊപ്പം ഗോർഡോൺ വീടിനകത്തേക്ക് എത്തിയതും സ്യൂവിലിന്റെ കണ്ണിൽ നിന്ന് മാറി എന്നുറപ്പായതും ഫ്രഞ്ചിന് ഗോർഡോൺ കുറച്ച് പണം വാഗ്ദാനം ചെയ്തു. അത് വാങ്ങി സ്യൂവിനെയും കൊണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞുപോ എന്ന തരത്തിലായിരുന്നു അത്. പക്ഷേ ഫ്രഞ്ച് ആകട്ടെ ടോമിയെ ചതിക്കാൻ തയ്യാറായിരുന്നില്ല. അത് പറ്റില്ലെന്ന് പറയുകയും ഗോർഡോന്റെ വയറ്റിൽ തന്നെ നല്ലൊരു പഞ്ച് കൊടുക്കുകയും ചെയ്തു. ഫ്രഞ്ചിനെ സ്വാധീനിക്കാനുള്ള ഗോർഡോന്റെ ശ്രമം പരാജയപ്പെട്ടതും ഗോർഡോൺ ഫ്രഞ്ചിന് സേഫ് ലോക്കറിന്റെ കീ കൊടുത്തു. പണമില്ലെന്ന് പറഞ്ഞിരുന്ന ഗോർഡോന്റെ പക്കൽ $1,00,000 തുക ആ സേഫ് ഹൗസിൽ തന്നെ ഉണ്ടായിരുന്നു. വൈകാതെ അവരിരുവരും അവിടെ നിന്ന് പണവുമായി മടങ്ങി. പക്ഷേ അധിക ദൂരം കഴിയുന്നതിനു മുമ്പേ ഗോർഡോന്റെ ബോഡി ഗാർഡുകൾ വീണ്ടും അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. പിന്നെ പറയണ്ടല്ലോ, സ്യൂവും ഫ്രഞ്ചും ചേർന്ന് അവർക്കെതിരെ നല്ലൊരു ഫൈറ്റിൽ തന്നെ ഏർപ്പെട്ടു. അന്നത്തെ ജോലി ഏറെക്കുറെ പൂർണ്ണമായി കഴിഞ്ഞിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി. അടുത്ത ദിവസം പിരിച്ചെടുത്ത പണവും മറ്റുമായി ഫ്രഞ്ചും സ്യൂവും ചേർന്ന് ടോമിയുടെ ഓഫീസിലേക്ക് എത്തി. ഫ്രഞ്ചിന്റെ ജോലിയിൽ ടോമി തൃപ്തനായിരുന്നു. ഇരുവർക്കും
വേണ്ട പ്രതിഫലം ടോമി കൊടുക്കുകയും ചെയ്തു. പിന്നാലെ അവർ കാല് തല്ലിയൊടിച്ച ഹാർവിയും ഒലിവറും പണം തിരിച്ചടച്ചു എന്ന് പ്രത്യേകം ടോമി എടുത്തു പറഞ്ഞു. പിന്നാലെ അവർക്കൊരു വർക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് സ്യൂവിനെയും ഫ്രഞ്ചിനെയും ബാർബോസ എന്ന് പേരുള്ള ഒരു പരിചയക്കാരന്റെ അടുത്തേക്ക് ടോമി പറഞ്ഞുവിടുകയാണ്. കോണർ മുള്ളിഗൻ എന്നു പേരുള്ള ഒരു വ്യക്തി ബാർബോസയുടെ പണം മോഷ്ടിച്ച് കടന്നു കളഞ്ഞെന്നും അവനെ പിടികൂടുവാൻ ടോമിയും ടോമിയുടെ ആളുകളും സഹായിക്കണം എന്നും ബാർബോസ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്യൂവിനെയും ഫ്രഞ്ചിനെയും ബാർബോസയുടെ അടുത്തേക്ക് ടോമി പറഞ്ഞുവിട്ടത്. ബാർബോസ കാര്യങ്ങൾ ഫ്രഞ്ചിനോടും സ്യൂവിനോടും വിശദീകരിച്ചുകൊണ്ടിരിക്കെ അവിടുണ്ടായിരുന്ന ബാർബോസയുടെ ഗേൾഫ്രണ്ട് അമാൻഡ പോവാനുള്ള പെർമിഷൻ ചോദിച്ചു. അവർ തമ്മിലുള്ള രഹസ്യ സ്വഭാവമുള്ള സംഭാഷണങ്ങൾ കേൾക്കുവാൻ അമാൻഡയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അവിടെ എത്തിയിരുന്ന ടോമി കൂടി ബാർബോസയ്ക്കടുത്ത് കാര്യങ്ങളൊക്കെ കേട്ട ശേഷം എത്രയധികം പണമാണ് മോഷ്ടിക്കപ്പെട്ടത് എന്ന് ചോദിച്ചു. പക്ഷെ അതിനെപ്പറ്റിയൊന്നും വിശദീകരിക്കാൻ ബാർബോസ തയ്യാറായില്ല. ടോമി പിന്നീട് ബാർബോസയെ അത് പറയുവാൻ നിർബന്ധിച്ചതുമില്ല. പക്ഷേ തങ്ങളുടെ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ടോമി ഈ മോഷ്ടിക്കപ്പെട്ട വ്യക്തി 1 മുതൽ 10 വരെ റാങ്കിനുള്ളിൽ ഏത് റാങ്കിൽ പെടുത്താൻ പറ്റും എന്ന തരത്തിൽ ചോദിച്ചു. 10ാമത്തെ റാങ്കാണ് കൊടുക്കുന്നതെങ്കിൽ അയാൾക്കൊരു വാണിംഗ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. റാങ്ക് 5 ആണെങ്കിൽ അയാളുടെ കാല് തല്ലിയൊടിക്കും. റാങ്ക് 1 ആണെങ്കിൽ അയാളെ കൊന്നുകളയും. ബാർബോസയ്ക്ക് ഏതു വേണം എന്ന് ടോമി വ്യക്തമായി എടുത്തു ചോദിച്ചതോടെ ബാർബോസ റാങ്ക് 1 തിരഞ്ഞെടുത്തു. തന്റെ പണം മോഷ്ടിച്ച് കടന്നുകളഞ്ഞ ആ വ്യക്തിയെ ഇടിച്ചു കൊന്നുകളയണം എന്ന് തന്നെ തീരുമാനം. അഡ്വാൻസായി അവരുടെ വർക്കിനു വേണ്ടി $20,000 ബാർബോസ കൈമാറി. വിവരങ്ങൾ കിട്ടിയതും കോണർ വർക്ക് ചെയ്യപ്പെട്ടിരുന്നു എന്ന് പറയുന്ന ഇടത്തേക്ക് ജോലി ഏറ്റെടുത്ത് സ്യൂവും ഫ്രഞ്ചും കൂടി പോവുകയാണ്. അവർ എത്തിയപ്പോഴേക്കും സമയം കുറച്ച് വൈകിയിരുന്നു. ബാർ ഓണറോട് കോണറെ പറ്റിയുള്ള വിവരങ്ങൾ അവർ ചോദിച്ചെങ്കിലും ബാർ ഓണർ ബാർ അടയ്ക്കാൻ നേരമായി, എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറി. പിന്നാലെ സ്യൂ ആ ബാർ ഓണറെ കടന്നാക്രമിക്കുകയാണ്. അപ്പോഴേക്കും അവിടുത്തെ ബൗൺസറും ബോഡിഗാർഡുമായ വ്യക്തി കടന്നു വന്നു. ബോഡിഗാർഡിന് സ്യൂവിനെ പരിചയമുണ്ടായിരുന്നു. സ്യൂ എത്ര മോശം വ്യക്തിയാണ് എന്ന് അയാൾക്കറിയാവുന്നതുകൊണ്ട് സ്യൂവിനെതിരെ ഫൈറ്റ് ചെയ്യാൻ അയാൾ തയ്യാറായില്ല. പക്ഷെ ഫ്രഞ്ചിനെതിരെ അയാൾ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങുകയും ചെയ്തു. ഫ്രഞ്ചും ബോഡിഗാർഡും തമ്മിൽ ഫൈറ്റ് നടക്കുമ്പോൾ സ്യൂ ബാർ ഓണറുടെ അടുക്കൽ ചോദ്യം ചെയ്യലുമായിട്ടിരുന്നു. പേടിച്ചിരുന്ന ബാർ ഓണർ തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കോണർ ബാറിലെ ജോലി നിർത്തിപ്പോയെന്നും അവനൊരു നല്ല മനുഷ്യനാണെന്നും നിങ്ങൾ ചോദിക്കുന്ന പോലല്ല അവന്റെ സ്വഭാവമെന്നും ബാർബോസ പറഞ്ഞത് മുഴുവൻ കളവായിരിക്കും എന്നും ബാർ ഓണർ സ്യൂവിനോട് പറഞ്ഞു. പക്ഷേ ബാർ ഓണർ പറഞ്ഞത് മുഴുവൻ വിശ്വസിക്കാൻ സ്യൂ ഒരുക്കമായിരുന്നില്ല. കോണറുടെ മുൻകാല റൂംമേറ്റായ ടിമ്മിന്റെ അഡ്രസ് ബാർ ഓണറിൽ നിന്ന് സ്യൂവിന് കിട്ടുകയാണ്. ഒരുപക്ഷെ ടിമ്മിന് കോണർ എവിടെയായിരിക്കുമെന്ന് അറിയാമായിരിക്കും എന്നുകൂടി പേടിച്ച് സ്യൂവിന്റെ ഭീഷണിയിൽ ഭയന്നുപോയ ബാർ ഓണർ പറയുകയും ചെയ്തു. ശേഷം അവരിരുവരും ടിമ്മിനെ അന്വേഷിച്ചു ചെന്നു. ടിമ്മിനെ സ്യൂവും ഫ്രഞ്ചും ചേർന്ന് ഭീഷണിപ്പെടുത്തിയതും തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ടിമ്മ് പറഞ്ഞു. കോണർ നിങ്ങൾ പറയുന്ന പോലെ ഒരു മോശം വ്യക്തിയൊന്നുമല്ലെന്നും അവൻ പണം മോഷ്ടിക്കുകയൊന്നുമില്ലെന്നും അവനൊരു കൊച്ചൊക്കെയുള്ളതാ എന്നും ടിം അവരെ അറിയിച്ചു. ബാർബോസയാണ് പ്രശ്നക്കാരനെന്നും ടിമ്മ് പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. കോണറുടെയും കുട്ടിയുടെയും ഒരു ഫോട്ടോയും അവർക്ക് അവിടെ നിന്ന് കിട്ടി. പക്ഷേ ടിം പറഞ്ഞത് വിശ്വസിക്കാൻ സ്യൂവും ഫ്രഞ്ചും അപ്പോഴും ഒരുക്കമാവുന്നില്ല. വീണ്ടും ഒന്നുകൂടി കോണർ എവിടെയെന്ന് ചോദിച്ച് ടിമ്മിനെ അവർ ഭീഷണിപ്പെടുത്തിയതും ഭയന്നിരുന്ന ടിം കോണർ തന്റെ കുട്ടിയും ഒരു പെണ്ണും ഒന്നിച്ച് ടോപ്പങ്ക എന്ന് പറഞ്ഞ ഇടത്തേക്ക് പോയി എന്ന് മറുപടി പറഞ്ഞു. ആ പെണ്ണിന്റെ പേര് ചോദിച്ചപ്പോ സാൻഡി എന്നാണെന്നും ടിമ്മ് പറഞ്ഞു. പിന്നാലെ അവർ അന്വേഷിച്ച് സാൻഡിയുടെ അടുത്തേക്ക് എത്തുകയാണ്. വാതിൽ തുറന്നത് ഒരു പയ്യനായിരുന്നു. ആ പയ്യനെ ഇടിച്ചിട്ട് അവർ വീടിനകത്തേക്ക് കടന്നതും സാൻഡി ഓടി വന്നു. സാൻഡിയെ ബന്ദിയാക്കി സ്യൂവും ഫ്രഞ്ചും കൂടി ചോദ്യം ചെയ്യുകയാണ്. സാൻഡിക്കും പറയാനുണ്ടായിരുന്നത് ഒരേ കാര്യമായിരുന്നു, കോണർ നല്ലവനാണ്, ബാർബോസയാണ് പ്രശ്നക്കാരൻ എന്നതായിരുന്നു അത്. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ഭീഷണിപ്പെടുത്തലിൽ കോണർ ഉള്ളത് അമാൻഡയുടെ സംരക്ഷണത്തിലാണ്. അമാൻഡയ്ക്ക് മാത്രമാണ് അവനിപ്പോ എവിടെയാണുള്ളതെന്നറിയുക എന്ന് അവരോടായി പറഞ്ഞു. ആ ഇൻഫർമേഷനും കൂടി കിട്ടിയതോടെ അവർ അവിടെ നിന്ന് പോരുകയാണ്. ബാർബോസയുടെ ഗേൾഫ്രണ്ടായ അമാൻഡ കോണറിനെ എന്തിനു സംരക്ഷിക്കണം, എന്താണ് ഇതിന് പിന്നിലെ കാര്യം എന്നൊന്നും അവർക്ക് വ്യക്തമായിരുന്നില്ല. എന്നിരുന്നാലും കിട്ടിയ തെളിവുകൾ അനുസരിച്ച് അമാൻഡയെ ഫോളോ ചെയ്യാൻ അവർ തീരുമാനിച്ചു. ആ ഫോളോ ചെയ്യലിൽ അമാൻഡ അടുത്ത ദിവസം ഒരു അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിലേക്ക് എത്തുന്നത് അവർ നോക്കിക്കണ്ടു. ഇന്റർകോമിലൂടെ അകത്തുള്ള ആരോവായി കണക്ട് ചെയ്ത് അമാൻഡ സംസാരിക്കുന്നുമുണ്ടായിരുന്നു. പക്ഷെ അയാൾ അമാൻഡയെ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. അതോടെ ദേഷ്യം പിടിച്ച് അമാൻഡ തിരികെ പോവാൻ ഒരുങ്ങുകയാണ്. തിരികെ കാറിനടുത്തേക്ക് എത്തിയ അമാൻഡയുടെ മുമ്പിലേക്ക് സ്യൂവും ഫ്രഞ്ചും ചെന്നു നിന്നു. തങ്ങളറിഞ്ഞ കാര്യം പറഞ്ഞ് അമാൻഡയെ ഭീഷണിപ്പെടുത്തി. കാര്യങ്ങൾ ബാർബോസയെ അറിയിക്കുമെന്നും കോണർ എവിടെയാണുള്ളത് എന്ന സത്യം തങ്ങളോട് പറഞ്ഞോളൂ എന്നും അവർ അമാൻഡയോട് ചോദിച്ചു. കോണറും താനും തമ്മിലുള്ള ബന്ധം മറച്ചുവെക്കാൻ പറ്റുന്നതല്ലെന്നും ബാർബോസ അറിഞ്ഞാൽ ജീവന് തന്നെ പ്രശ്നമാവും എന്നുകൂടി ചിന്തിച്ച അമാൻഡ അതോടെ കോണർ താമസിക്കുന്ന ആ അപ്പാർട്ട്മെന്റിലെ ഫ്ലാറ്റ് നമ്പർ അവരോട് പറയുകയാണ്. പിന്നെ വൈകിയില്ല. സ്യൂവും ഫ്രഞ്ചും
കൂടി കോണറിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തി. അമാൻഡ പറഞ്ഞത് നുണയായിരുന്നില്ല. ആ അപ്പാർട്ട്മെന്റിനകത്ത് കോണർ ഉണ്ടായിരുന്നു. കോണറെ കണ്ടതും കോണറെ എതിരിട്ട് സ്യൂവും ഫ്രഞ്ചും ചേർന്ന് കോണറോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിച്ചു. ബാർബോസയുടെ പണം യഥാർത്ഥത്തിൽ കോണർ മോഷ്ടിച്ചോ എന്നതൊക്കെ അവർക്ക് അറിയണമായിരുന്നു. ഈ സമയമാണ് കോണറുടെ മകൾ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അച്ഛൻ അങ്ങനെ ഇരിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും കണ്ട് അവൾ അല്പം ഭയന്നിരുന്നു. തന്റെ മകൾ വറി ചെയ്യരുത് എന്ന് ചിന്തിച്ച കോണർ ഉടനടി അവളോട് ഒരു നുണ പറഞ്ഞു. വന്നിരിക്കുന്ന ഫ്രഞ്ചും സ്യൂവും തന്റെ സുഹൃത്തുക്കളാണെന്നും ഇതൊക്കെ വെറുതെ തമാശയ്ക്ക എന്നുമായിരുന്നു അത്. സ്യൂവിന് പണ്ടൊരു മകളുണ്ടായിരുന്നു. ക്യാൻസർ കാരണം മരണപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളോട് സ്യൂവിനൊരു സോഫ്റ്റ് കോർണറുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടി വിഷമിക്കരുത് എന്ന് കരുതി സ്യൂവും കോണർ പറഞ്ഞ നുണയുടെ കൂടെ നിന്നു. കുട്ടിയെ ആശ്വസിപ്പിച്ചു. പിന്നാലെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാമെന്ന് പറഞ്ഞ് അവളെ ഒളിക്കാനായി വീടിനകത്തേക്ക് പറഞ്ഞുവിടുകയും ചെയ്തു. മകൾ ഒളിക്കാൻ പോയി കഴിഞ്ഞതും സ്യൂ കോണറിനെതിരെ തിരിഞ്ഞ് എന്തിനാണ് ബാർബോസ് നിന്റെ പിന്നാലെയുള്ളത് എന്ന് ചോദിച്ചു. കോണർ കാര്യങ്ങൾ വിശദമായി പറയാൻ തുടങ്ങി. കോണർ പണ്ട് ബാർബോസയുടെ ക്ലബിൽ ജോലി നോക്കിയിരുന്നു. അവിടുത്തെ ഡാൻസറായ ക്രിസ്റ്റൽ എന്ന പെൺകുട്ടിയുമായി കോണർ അടുപ്പത്തിലായി. ആ അടുപ്പത്തിൽ ക്രിസ്റ്റൽ പ്രഗ്നന്റ് ആവുകയും ചെയ്തു. ക്രിസ്റ്റൽ പ്രഗ്നന്റ് ആയ സമയത്താണ് ആ ഒരു കാര്യം വ്യക്തമാകുന്നത്. ബാർബോസയ്ക്കും പണ്ട് തൊട്ടേ ക്രിസ്റ്റലിന്റെ മേലൊരു കണ്ണുണ്ടായിരുന്നു. മറ്റൊരാളിൽ നിന്നും ക്രിസ്റ്റൽ പ്രഗ്നന്റ് ആയി എന്നറിഞ്ഞതും ബാർബോസ ഭ്രാന്ത് പിടിച്ച പോലായി. പൂർണ്ണ ഗർഭിണിയായിരുന്ന ക്രിസ്റ്റലിനെ ബാർബോസ കത്തികൊണ്ട് കുത്തി. തന്റെ പ്രിയപ്പെട്ടവളെ രക്ഷപ്പെടുത്താൻ കാനോൻ വേഗത്തിൽ അവളെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ക്രിസ്റ്റലിനെ രക്ഷപ്പെടുത്താനായില്ലെങ്കിലും കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. തന്റെ മകളെ അന്ന് തൊട്ട് കോണർ സുരക്ഷിതമായി വളർത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ കോണറോടുള്ള ദേഷ്യം കാരണം ബാർബോസ പണ്ട് തൊട്ടേ കോണറുടെ പിന്നാലെയുണ്ട്. അതുവരെയും കേട്ട കാര്യങ്ങളിൽ നിന്നും കോണർ പറയുന്നതാണ് സത്യമെന്ന് ഫ്രഞ്ചിനും സ്യൂവിനും മനസ്സിലായിരുന്നു. ഫ്രഞ്ചുടൻ കോണറോട് ആ നഗരം വിട്ട് രക്ഷപ്പെട്ടു പോവാൻ പറഞ്ഞു. പക്ഷെ സ്യൂ പറഞ്ഞു അത് അപകടമാണ്. കോണറെ ഇങ്ങനെ വിട്ട നമ്മുടെ ജീവൻ വരെ അപകടത്തിലാകും. അതോടെ ഫ്രഞ്ചും സ്യൂവും തമ്മിൽ കോണറെ രക്ഷപ്പെടുത്തുന്നതും പിടിച്ചു വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വാക്കുതർക്കം തന്നെ നടക്കുകയാണ്. ഒടുവിൽ സ്യൂവിനെ ബാർബോസ കൊന്നുകളയും, കുട്ടിയെയും കൊല്ലും എന്ന് ഫ്രഞ്ച് പറഞ്ഞ വാക്കിൽ സ്യൂ മാറി ചിന്തിച്ചു. വേഗത്തിൽ കോണറോട് രക്ഷപ്പെട്ടു പോകുവാൻ പറഞ്ഞ് സ്യൂവും ഫ്രഞ്ചും താഴേക്കിറങ്ങി ചെന്നു. അമാൻഡ അവിടെ അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് മുഴുവൻ ബാർബോസയുടെ പ്ലാനായിരുന്നെന്നും ആ പ്ലാനിലേക്ക് നിങ്ങൾ വന്നു വീഴുകയായിരുന്നുവെന്നും അമാൻഡ അവരിരുവരോടും പറഞ്ഞു. ബാർബോസയും സംഘവും ഇങ്ങോട്ടേക്കെത്തി കോണറെ കൊല്ലുമെന്നും ഇപ്പോൾ തെളിവുകളൊക്കെ നിങ്ങൾക്കെതിരാണെന്നും നിങ്ങൾ ബലിയാടുകളാകുമെന്നും അമാൻഡ അവരെ അറിയിച്ചു. ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി അമാൻഡ വ്യക്തമാക്കി. ബാർബോസയും സംഘവും കോണറെ കൊല്ലുവാൻ എലിവേറ്ററിൽ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോയിട്ടുണ്ട് എന്നായിരുന്നു അത്. അതോടെ കോണറെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ച് അവർ അപ്പാർട്ട്മെന്റിലേക്ക് ഓടിക്കയറുകയാണ്. പിന്നെ അവിടെ നടന്നത് സ്യൂവിന്റെയും ഫ്രഞ്ചിന്റെയും പ്ലാൻ ചെയ്തുള്ള ഒരു ആക്രമണമായിരുന്നു. ബാർബോസയ്ക്കും സംഘത്തിനുമെതിരെ അവർ പൊരുതി. ഒരു ഘട്ടത്തിൽ കോണറിനെയും കുട്ടിയെയും സുരക്ഷിതമാക്കി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാൻ അവർ പറഞ്ഞു. വീണ്ടും ഷൂട്ടൌട്ടും ഫൈറ്റും അരങ്ങേറുകയാണ്. പക്ഷേ പിന്നാലെ നടന്ന ഷൂട്ടൌട്ടിൽ സ്യൂവിനും ഫ്രഞ്ചിനും വെടിയേറ്റു. എന്നിരുന്നാലും ഇരുവരും കൊല്ലപ്പെട്ടിരുന്നില്ല. വീണുകിടന്നിരുന്ന സ്യൂവിനെ കൊല്ലുവാൻ ബാർബോസ പുറത്തേക്കിറങ്ങി വന്നു. സ്യൂവിനെ കൊല്ലാൻ തോക്കെടുത്ത് തയ്യാറായി ബാർബോസ നിന്നപ്പോഴേക്കും തോക്കുമായി ടോമി അങ്ങോട്ടേക്ക് കടന്നെത്തിയിരുന്നു. കോണറെ രക്ഷപ്പെടുത്തിയതിൽ ബാർബോസയ്ക്ക് അവരോട് വലിയ അരിശമുണ്ടായിരുന്നു. പക്ഷേ ബാർബോസ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുമ്പേ ബാർബോസ തങ്ങളെ ട്രാപ്പ് ചെയ്യാൻ നോക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയെത്തിയ ടോമി ബാർബോസയെ വെടിവെച്ചു കൊല്ലുകയാണ്. അധികം വൈകാതെ അമാൻഡ വിളിച്ചതിൻ പ്രകാരം പോലീസ് സംഘവും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. അപ്പോഴേക്കും വെടിയേറ്റിരുന്നെങ്കിലും ഫ്രഞ്ച് ഒരു തരത്തിൽ പുറത്തെത്തി തന്റെ കാറിലേക്ക് കയറി. ഫ്രഞ്ച് രക്ഷപ്പെട്ടിരിക്കണം. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം മറ്റൊരിടത്ത് സന്തോഷത്തോടെ ഒരു റെസ്റ്റോറന്റിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കോണറിനെയും മകളെയും നമ്മൾ കാണുന്നു. അവരുടെ മുമ്പിലെ പ്രശ്നങ്ങൾ അവസാനിച്ചു. ഫ്രഞ്ചിന്റെയും സ്യൂവിന്റെയും ശ്രമം കാരണം അവർ അന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.